ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അട്ടപ്പാടി താവളം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ സജ്ജമാക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യെശയ്യാ പ്രവചനത്തിലെ 55-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം. ദാഹാർത്തരേ, നിങ്ങൾ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തൃശ്ശൂർ ജില്ലയിലുള്ള വടക്കാഞ്ചേരി ദേശത്ത് നിന്ന് രാജി തോമസ് എന്ന ഒരു മകളാണ് ഈ ഒരു അനുഭവം നമുക്ക് എഴുതി അറിയിച്ചിരിക്കുന്നത്. 2007 ഏപ്രിൽ മാസം മുതൽ ഞങ്ങളുടെ കുടുംബം മുടങ്ങാതെ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കുടുംബമാണ്. നവംബർ മാസം 21-ന് 2010 നവംബർ മാസം 21-ന് രാത്രി 8:30 ഞങ്ങളുടെ ഇളയ മകൾ ഗിഫ്റ്റി മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. അവളുടെ മുഖം നിറയെ പാലുണ്ണി പോലുള്ള കുരുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നെറ്റിയിലും മുഖത്തുമുള്ള കുരുക്കളിൽ ചിലത് പഴുത്ത് ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയായിരുന്നു. രാവിലെ വേദപാഠം പഠിക്കാൻ പോയി കുട്ടി തിരിച്ചു വന്നപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മുഖത്തെ കുരുക്കളിൽ ചിലത് പഴുത്ത് ദുർഗന്ധം വമിക്കുന്നു. ഞങ്ങൾ അവളെ ആശ്വസിപ്പിച്ചു. നമുക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ രാത്രിയിൽ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിക്കാം. അന്നത്തെ രാത്രി അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഈശോയോട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ പഴുത്തതും വളരെ വിരൂപമായിട്ടുള്ളതുമായ 34ഓളം കുരുക്കളാണ് എൻ്റെ മകളുടെ മുഖത്ത് നിന്ന് വിട്ടുമാറി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നതായി ഞങ്ങൾ കണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വടക്കാഞ്ചേരിയിൽ ഒരു കുടുംബത്തിൽ ഈ ഒരു വലിയ വിഷമത്തിൽ അതിന് കുഞ്ഞിരുന്ന് ദുഃഖിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഇടയിലൊക്കെ പോയിരിക്കുമ്പോൾ ഈ മുഖത്തെ ഈ കുരുക്കളെല്ലാം പഴുത്തതിൻ്റെയും ആ ഒരു വൈരൂപ്യത്തിൻ്റെ എല്ലാം വേദന കൊണ്ട് ആ കുഞ്ഞ് തിരിച്ചു വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ആ കുടുംബം ധൈര്യപ്പെടുത്തി. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 21-22 വചനം പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് തരും. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും തുറന്നു പിടിക്കാം. ഓ ദൈവമേ, അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ പ്രവാഹത്തെ കൂട്ടായ്മയിലേക്ക് അയക്കണമേ. ഈ സമൂഹത്തിലേക്ക് ആത്മാവിൻ്റെ പ്രവാഹത്തെ അവിടുന്ന് ഇപ്പോൾ സമൃദ്ധമായി ചൊരിയണമേ കർത്താവേ. രോഗികളുടെ മേൽ സൗഖ്യങ്ങൾ നിറയട്ടെ, ദുഃഖിതരുടെ ആശ്വാസം നിറയട്ടെ, ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, അന്ധകാരത്തിന് മേൽ ദൈവശക്തി വ്യാപരിച്ച് അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, പാപത്തിന് മേൽ ദൈവകൃപ വ്യാപരിച്ച് പാപങ്ങൾ മാറി വിശുദ്ധി ഉണ്ടാകട്ടെ. ഓ ദൈവമേ, പ്രാർത്ഥന നഷ്ടപ്പെട്ട് മുരടിച്ചു പോയ ഹൃദയങ്ങളും കുടുംബങ്ങളും ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഉന്നതങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. നദിയിൽ തീറ്റി പരത്തിയ പാവനാവേ, യോർദാൻ നദിയിൽ തീറ്റി പരത്തിയ പാവനാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും അവിടും ഇപ്പോൾ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ. ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും അവിടും കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ആത്മാവിനെ അയക്കേണമേ, എന്നകദാരിത ഒരുക്കി. പിതാവേ, ആത്മാവിനെ അയക്കേണമേ, എന്നകദാരിത ഒരുക്കി. വ്യാപരിക്കട്ടെ, ആത്മാവിനെ ശക്തി വ്യാപരിക്കട്ടെ. ഹോളി സ്പിരിറ്റ് ഒരുക്കി. വന്ന് പകൽ ചൊരിയ
പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നത അഭിഷേകം, ഉന്നത ഉണർവ്, തീഷ്ണത, തുറവി, ദൈവാനുഭവങ്ങൾ, ദൈവഭക്തിന് അഭിഷേകങ്ങൾ, കൃപാവരങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നിർധനൻ സൗജന്യമായി ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് നമ്മെ ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ചാണ്. യേശയ്യാ പ്രവചനത്തിൽ 55 അധ്യായം 1 വാക്യം, ദാഹാർത്തരേ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ. എനിക്ക് കാലങ്ങളായി മനസ്സിലാകാതിരുന്ന ദൈവവചന ഭാഗമാണിത്. ദാഹാർത്തരേ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് സൗജന്യമായി വാങ്ങി ഭക്ഷിക്കട്ടെ. എന്നാൽ ഈ അടുത്ത കാലത്ത് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ശക്തമായൊരു അനുഭവം പരിശുദ്ധാത്മാവ് നൽകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയിൽ ദൈവത്തെ ആരാധിച്ചും വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞും ജീവിതം നയിച്ചിരുന്ന വളരെ അത്യുന്നതനായൊരു ദൈവദാസനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹം മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് അഭിമന്യ പിതാവ് അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകി വൈദികനായി ആർസ് എന്ന ഇടവകയിലേക്ക് അയച്ചു. ആർസ് ഇടവകയുടെ പ്രത്യേകത, അവിടെ നിരവധി വൈദികരെ മർദ്ദിക്കുകയും ഓടിക്കുകയും ചെയ്ത ഇടവകയാണ്. 4 അച്ഛന്മാരെ മർദ്ദിച്ചിട്ടുണ്ട്, ഒരു 5-8 അച്ഛന്മാരെങ്കിലും അവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബിഷപ്പ് പ്രത്യേക ഓർഡർ ഇട്ട് പൂട്ടിയിട്ടിരുന്നൊരു ഇടവകയാണ് ഫ്രാൻസിലുള്ള ഈ ആർസ് എന്ന ഇടവക. അവിടേക്കാണ് ഈ വിയാനി അച്ഛനെ ബിഷപ്പ് അയച്ചത്. വിയാനി അച്ഛൻ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ടുള്ള വഴി പോലും കാട് പിടിച്ച് മൂടി കിടക്കുകയാണ്. മഞ്ഞിനകത്തു കൂടെ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഇടയ ബാലൻ ആ വിയാനി അച്ഛന് വഴി കാണിച്ചു കൊടുത്തു. പ്രതിഫലമായി എന്ത് കിട്ടുമെന്ന് ആ ഇടയ ബാലൻ നോക്കിയപ്പോൾ വിയാനി പുണ്യവാളൻ അച്ഛൻ പറഞ്ഞു, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്ന് ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അച്ഛൻ ആദ്യത്തെ ഞായറാഴ്ച ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുർബാനയ്ക്ക് വേണ്ടി അൾത്താരയിലേക്ക് പള്ളിയിലേക്ക് വരികയാണ്. അവിടെ ഒരാൾ പോലും കുർബാനയിൽ പങ്കെടുക്കാനില്ല. വളരെ നിർജ്ജനമായ ഒരു ദേവാലയം. കാരണം വർഷങ്ങളായി പൂട്ടിക്കടന്ന ഇടവക. തെറിക്കൂത്തുകളും വെറിക്കൂത്തുകളും അരാജകത്വവും കൊണ്ട് അന്ധകാരാവൃതമായി മൂടിക്കിടക്കുന്നൊരു ഇടവക. ഒരൊറ്റ മനുഷ്യൻ പോലും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നില്ല. ഈ വിയാനിച്ചൻ മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ വിയാനിയച്ചൻ കുർബാനയെല്ലാം കഴിഞ്ഞ് അവിടെ ആ ഇടവക ദേശത്തുള്ള ഓരോ വീടുകളിലേക്ക് ചെന്നു. അപ്പോൾ അവിടെയുള്ള പലരും വിയാനി അച്ഛനെ നിരുത്സാഹപ്പെടുത്തി. ഇങ്ങനെയൊന്നും നടക്കണ കാര്യമല്ല, പ്രാർത്ഥന, പള്ളി, സഭ, വൈദികർ, പൗരോഹിത്യം അങ്ങേറ്റം ദുഷിച്ചും നിന്ദിച്ചും പറയുകയാണ്. വിയാനിയച്ഛൻ മനസ്സ് മടുത്തില്ല. ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി വിയാനിച്ചൻ അവരെ കാണുകയാണ്. ചീട്ട് കളിക്കുന്ന ആളുകളെ കണ്ടു. ഉടനെ അവർ ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് നിന്ന് അച്ഛനെ ദുഷിക്കുകയാണ്. അപ്പോൾ വിയാനിച്ചൻ പറഞ്ഞു, നിങ്ങൾ ചീട്ട് കളിക്കുന്നതെല്ലാം കൊള്ളാം, പക്ഷേ കള്ളക്കളിയൊന്നും കളിക്കരുത്. അവിടെ പല സ്ഥലത്തും ചെന്നു. കള്ളു കുടിക്കുന്ന ഷാപ്പിൽ ചെന്നു. ഷാപ്പിലുള്ളവരും ഒക്കെ ഈ അച്ഛനെന്താണ് ഷാപ്പിൽ പണിയെന്നായി അവരുടെ പ്രശ്നം. അപ്പോൾ ആ വിയാനിയച്ഛൻ ഷാപ്പിലുള്ള ആളുകളോട് പറഞ്ഞു, ഷാപ്പുകാരാ, ഇതെല്ലാം എൻ്റെ ഇടവ മക്കളാണ്, ഇവരെല്ലാം എൻ്റെ മക്കളാണ്,
ഇവർക്ക് കള്ള് കൊടുക്കുമ്പം മായം ചേർത്തത് കൊടുക്കരുത്, നല്ല ഒറിജിനൽ നല്ല കള്ള് കൊടുക്കണം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകൾക്കൊരു കൗതുകം, ഇതെന്ത് അച്ഛൻ കള്ള്, നല്ല കള്ള് കുടിക്കുക, കളിക്കുമ്പം നന്നായി കളിക്കുക, ചീട്ട് കളിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛൻ എന്ത് അച്ഛൻ? എന്തായാലും ശരി, ഈ അച്ഛൻ്റെ പരിപാടി ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവർ ചിലർ പരീക്ഷണാർത്ഥം പള്ളിയിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിയാനി പുണ്യാളൻ അച്ഛൻ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം ദേവാലയത്തിൽ വന്നിട്ട് ആ വാതിലങ്ങ് അടച്ചിട്ട് ആ പള്ളിക്കുള്ളിലിരുന്ന് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്ത് തകരുന്ന ഈ ആത്മാക്കൾക്ക് വേണ്ടി, ഈ ദേശത്തെ പാപത്തിൽ നശിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് വേണ്ടി ആ ദേവാലയത്തിനുള്ളിൽ വാതിലെല്ലാം അടച്ചിട്ട് പ്രാർത്ഥിച്ച് മണിക്കൂറുകൾ എത്ര കടന്നു പോയെന്ന് അറിയാൻ പാടില്ലാത്ത വിധം അങ്ങനെ പ്രാർത്ഥനയിൽ ദേശത്തെ ദൈവത്തിങ്കലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ വെളുക്കപ്പറായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എഴുന്നേറ്റ് പോയി റെഡിയായി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വരേണ്ട സമയമായി. കുർബാനയ്ക്ക് വന്ന് അച്ഛൻ വചനഭാഗം വായിച്ചിട്ട് ആളുകൾ ഇരുന്ന് അച്ഛൻ വചനപ്രസംഗം തുടങ്ങുകയാണ്. അച്ഛന് കാര്യമായിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. അച്ഛൻ പറഞ്ഞു, ദൈവം സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്. പിന്നെയൊന്നും അച്ഛന് പറയാൻ കിട്ടുന്നില്ല. പിന്നെ അച്ഛനറിയാതെ അച്ഛൻ അങ്ങോട്ട് കരഞ്ഞു. നോക്കുമ്പോൾ ജനങ്ങൾ പള്ളിയിലിരുന്ന് ജനങ്ങളും അങ്ങോട്ട് കണ്ണുനീരൊഴുക്കി കരയുകയാണ്. അത് ഒരു കുറേ സമയം അങ്ങോട്ട് നീണ്ടു നിന്നു കരച്ചിൽ. പിന്നെ അധികമൊന്നും സംസാരിച്ചില്ല, കുർബാന പൂർത്തിയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുർബാന കഴിഞ്ഞ് അച്ഛൻ വേറെ ഒന്നും പറയാൻ നിന്നില്ല, നേരെ കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നു. കുമ്പസാരക്കൂട്ടിയിരുന്ന് അച്ഛൻ നോക്കുമ്പം കുമ്പസാരിക്കാൻ വേണ്ടി നീണ്ട നേരം, രാത്രി വരെ നീളുന്ന കുമ്പസാരം, വർഷങ്ങൾ അടച്ചിട്ടിരുന്ന ദേവാലയം, ഒരാൾ പോലും ദൈവത്തെയോ ദൈവികതയോ പൗരോഹിത്യത്തെയോ ഒന്നും അംഗീകരിക്കാതെ മർക്കടമുഷ്ടി പിടി സ്വഭാവം പിടിച്ചിരുന്ന നാട്. ആ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ കുമ്പസാരക്കൂട്ടിലേക്ക് പോയിരുന്നു. ആ പൊട്ടിക്കരഞ്ഞ് അനുദപിച്ചുകൊണ്ടുള്ള ആഴത്തുള്ള കുമ്പസാരങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അവരുടെ ഹൃദയം അനുതാപം കൊണ്ട് അങ്ങോട്ട് കരഞ്ഞ് അവരങ്ങോട്ട് കുമ്പസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞ് ആ വ്യക്തി ഒരു ജലാശയം പോലെ ആയാൽ മറ്റുള്ള വ്യക്തികൾക്ക് അവിടെ നിന്ന് വന്ന് ഇഷ്ടം പോലെ പാനം ചെയ്യാം. അവരും പരിശുദ്ധാത്മാവിൽ പൂരിതരാകും. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ആ ആർസിൽ അന്ന് അവിടെ വന്ന ആ ആളുകൾ വലിയ വിശുദ്ധിയുടെയും വലിയ സ്നേഹത്തിൻ്റെയും നിറകുടങ്ങളായിരുന്നോ? കൊടും പാപികൾ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് കയറി ഓടി വന്നതാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്ന ആ വിയാനി പുണ്യാളൻ അച്ഛൻ്റെ ആ ഒരു കുറച്ച് സ്വരം കേട്ട്, ആ ഒരു സാന്നിധ്യം കണ്ട്, ഇതാ അവരുടെ കേട്ടവരുടെയും കണ്ടവരുടെയും മേലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. ഇതാണ് യേശയ്യ 55:1, ദാഹാർത്തരേ നിങ്ങൾ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ, ദാഹാർത്തരേ നിങ്ങൾ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് സൗജന്യമായി വാങ്ങി ഭക്ഷിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 10-ാം അധ്യായത്തിൽ 44-ാം തിരുലിഖിതം, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നോക്ക്, പത്രോസ് അപ്പോസ്തലന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ സമയത്ത് ആ സ്വരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ഈ ആത്മാവ് അങ്ങോട്ട് നിറഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ആത്മാവിൻ്റെ പ്രത്യേകത. ഇതാണ് ഞാനും നിങ്ങൾ ജലാശയമായി മാറിയാലുള്ള ഗുണം. പരിശുദ്ധ അമ്മയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്നങ്ങോട്ട് നിറഞ്ഞ് അമ്മ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന രംഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 39 മുതലുള്ള തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി.
നോക്ക്, എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ഉദരശിശുവും പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി. നോക്കിയൻ, ഒരാളിൽ പരിശുദ്ധാത്മാവ് പൂരിതമായപ്പോൾ ആ വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് സംസർഗത്തിൽ വന്നപ്പോൾ ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 37-38 തിരുലിഖിതങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശുദ്ധ വിയാനി പുണ്യവാളൻ മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് യേശുവിനെ ആരാധിച്ച് പിന്നീട് സംസാരിച്ചപ്പോൾ കണ്ടവരും കേട്ടവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അനുതാപം കൊണ്ട് കുതിർന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി അത്രേ. സംഖ്യയുടെ പുസ്തകത്തിൽ സമാനമായ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗമെടുത്ത് 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു കൊടുത്തു. അപ്പോൾ അവരും പ്രവചിച്ച്. ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ അരികിലേക്ക് മറ്റു വ്യക്തികൾ സഹപ്രവർത്തകരായി വരുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് അഭിഷേകമെടുത്ത് മറ്റു വ്യക്തികളുടെ മേൽ ചൊരിയപ്പെടും. ഒരു സ്ഥലത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് മറ്റൊരു വ്യക്തി വരുമ്പോൾ ആ സ്ഥലത്തുള്ള അഭിഷേകം ആ വ്യക്തിയെ ഗ്രസിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് ലണ്ടൻ എന്ന് പറഞ്ഞ ദേശത്ത് സുവിശേഷ വേലയ്ക്ക് ചെന്നപ്പോൾ ഒരു വളരെ തീഷ്ണമതിയായ ഒരു ദൈവ പൈതലിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 25 വർഷമായിട്ട് കർത്താവിനെ നിഷേധിച്ച് നടന്ന നിഷേധിയും ധിക്കാരിയുമായൊരു വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ധ്യാനം കൂടിയിട്ടില്ല, ഞാനൊരു വചനം കേട്ടിട്ടില്ല. ഞാൻ മാനസാന്തരപ്പെട്ടത് വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ മതവിരോധികൾ കഴുത്ത് വെട്ടി കൊന്നൊരു പള്ളി ഇവിടെയുണ്ട്. ആ കഴുത്ത് വെട്ടിക്കൊന്ന ആ പള്ളിയിൽ ആ വിശുദ്ധ കുർബാന അപ്പുറത്ത് ആ കഴുത്ത് വെട്ടി വെച്ചിരിക്കുന്ന ആ രംഗം ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി അങ്ങോട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മേൽ എന്തോ ഒരു ശക്തി ആവസിച്ച് ഞാൻ അറിയാതെ അനുതാപം കൊണ്ട് നിറഞ്ഞ് വാവിട്ട് കരഞ്ഞ് അന്ന് അവിടെ വെച്ച് ഞാൻ കുമ്പസാരിച്ച് അന്ന് തൊട്ട് ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരനെ നോക്കിയാൽ 25 വർഷം പള്ളിയിൽ കയറാതെ 25 വർഷം കൂദാശകൾ സ്വീകരിക്കാതെ 25 വർഷം നിഷേധിയായി നടന്നൊരു മനുഷ്യൻ, ഒരു വിശുദ്ധനായ മനുഷ്യനെ ശത്രുക്കൾ വന്ന് കഴുത്ത് വെട്ടി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പള്ളിയുടെ അല്ലെങ്കിൽ അൾത്താരയുടെ സമീപത്ത് തന്നെ വെച്ചിട്ട് പോയ ആ രംഗം ചിത്രീകരിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ നടത്തിയ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ രംഗം ചിത്രീകരിച്ചിരിക്കുന്ന ആ പള്ളിയിൽ ആ സ്ഥലത്ത് ആ രക്തസാക്ഷി നടന്ന ആ സ്ഥലത്ത് ചെന്ന ആ ക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ ഈ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വ്യക്തികളുടെ മേലോ സ്ഥലത്തിൻ്റെ മേലോ ദൈവം തിരഞ്ഞെടുത്ത ഇടങ്ങളിലോ ആത്മാവിൻ്റെ പ്രവർത്തനം ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ആ സ്ഥലത്തേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ആത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം പ്രവഹിക്കും. നമ്മളങ്ങനെ ചെല്ലണമെന്നുള്ളതും ദൈവത്തിൻ്റെ ഹിതമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതത്തിൽ യെശയ്യാ പ്രവചനത്തിൽ പഠിപ്പിക്കുന്നത്, ദാഹാർത്തരേ ദാഹാർത്തരേ നിങ്ങൾ ജലാശയത്തിലേക്ക് വരിക. ഒരുപക്ഷെ ഒറ്റയ്ക്കിരുന്ന് അനുദപിക്കാൻ പറ്റുന്നില്ല, ഒരുപക്ഷെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരുപക്ഷെ ഒറ്റയ്ക്കിരുന്ന് അന്വേഷിച്ചിട്ട് ദൈവത്തിൻ്റെ അനുഭവം കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവാത്മപൂരിതരായ ദൈവമക്കളുടെ അടുത്തേക്ക്, ദൈവാത്മാവ് നിറഞ്ഞ ശുശ്രൂഷകരുടെ അടുത്തേക്ക്, ദൈവാത്മാവ് നിറഞ്ഞ ശുശ്രൂഷകളുടെ സ്ഥലത്തേക്ക്, ദൈവാത്മാവ് നിറഞ്ഞ തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക്, വിശുദ്ധ സ്ഥലങ്ങളിലേക്ക്, വിശുദ്ധ ഇടങ്ങളിലേക്ക്, വിശുദ്ധ ശുശ്രൂഷകളിലേക്ക്, വിശുദ്ധ കൂദാശകളിലേക്ക്, ദേവാലയങ്ങളിലേക്ക്, ബലിപീഠങ്ങളിലേക്ക് പോവുക. നിർധനൻ വന്ന് സൗജന്യമായി വാങ്ങി ഭക്ഷിക്കട്ടെ. നമുക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഓ ദൈവമേ, ശ്ലീഹന്മാരെ പൂരിതമാക്കിയ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഏലീഷായുടെ മേൽ ആത്മാവിനെ പകർന്ന ദൈവമേ, പ്രവാചകന്മാരുടെ മേൽ ആത്മാവിനെ പകർന്ന ദൈവമേ, ശ്ലീഹന്മാരുടെ മേൽ ആത്മാവിനെ പകർന്ന ദൈവമേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും ആത്മാവിൻ്റെ സ്പർശനങ്ങൾ, അഭിഷേകങ്ങൾ സമൃദ്ധമായി ഇപ്പോൾ ചൊരിയണമേ. പാവനാത്മാവേ, സ്ലീഹന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, ആറിയതിൽ നീ
സഹായകനേ, ആറിയതിൽ നീ ചൂടേകണമേ നിത്യസഹായകനേ. കരങ്ങൾ ഉയർത്തി ആത്മാവിനെ അയക്കേണമേ നഗതാരിത ഒരുക്കി. വലിയ ദാഹത്തോടെ ആത്മാവിനെ അയക്കേണമേ നഗതാരിത ഒരുക്കി. Holy Spirit, ആത്മാവിനെ അയക്കേണമേ നിറയണമേ, നഗതാരിത ഒരുക്കി. സ്പർശിക്കണമേ, ഇടപെടണമേ, ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ, വൻകൃപകൾ ചൊരിയണമേ, ശക്തിയുടെ ആത്മാവേ, അഭിഷേകം ചെയ്യണമേ, അനുതാപത്തിന്റെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, ദൈവവചനത്തിന്റെ ആത്മാവേ, ദൈവസ്നേഹത്തിന്റെ ആത്മാവേ, തിരിച്ചറിവിന്റെ ആത്മാവേ, വിവേകത്തിന്റെ ആത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 17-ാം തിരുലിഖിതം, ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക, കേൾക്കുന്നവൻ പറയട്ടെ വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി പാനം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുലിഖിതം, അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. പ്രാർത്ഥിക്കുന്നു. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. കൂട്ടായ്മയോട് ചേർന്ന് ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഭൂലോകം നിർമ്മിച്ച ശക്തി, അത്ഭുത ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, സ്വർഗീയ ശക്തി, നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, വിടുതൽ ശക്തി, മോചനമേകുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി. അത്ഭുത ശക്തി, ഒരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു യേശുവേ.